നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ CPO അതുപോലെ തന്നെ ബാക്കിയുള്ള പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തേത് നമ്മുടെ PSCയുടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. മൂന്നാമത്തേത് നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ വേക്കൻസിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC റിലേറ്റഡ് വീഡിയോസുകൾക്കും അതുപോലെ തന്നെ അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫയോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മുടെ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആവാൻ. അത് കാരണം ജോലി പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നേരെ നടക്കണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നേരെ അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി എപ്പോഴും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു കഫയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എവിടെ ആയാലും നിങ്ങൾ പോകാൻ നേരത്ത് ലോഗ് ഔട്ട് ആക്കി സേവ് പാസ്വേഡ് ഒരിക്കലും കൊടുക്കരുത്. പുറത്ത് ഏതെങ്കിലും ഒരു കഫേയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോഗ് ഔട്ട് ആക്കുക. ഒരു കാരണവശാലും നിങ്ങൾ സേവ് പാസ്വേഡ് കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് കണ്ടന്റിലേക്ക് കടക്കാം. സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നോൺ ക്രിമി ലെയർ അല്ലെങ്കിൽ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മേൽവിലാസം ഒന്നുകിൽ പെർമനന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആയിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇളവുകൾ ആവശ്യമുള്ളവരെ എന്താണ് ചെയ്യേണ്ടത്? ക്രിമി ലെയർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അഡ്രസ്സ് ഒന്നുകിൽ പെർമനന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെ ആയിരിക്കണം. അല്ലാത്ത പക്ഷം വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗസറ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അഡ്രസ്സിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക? ഗസറ്റ് ഓഫീസറിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ നിങ്ങൾ വ്യക്തമായിട്ട് വാങ്ങിയ ശേഷം എന്ത് ചെയ്യുക? അതൊന്ന് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥിക്ക് പ്രൊഫൈലിൽ കയറി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എപ്പോൾ വേണമെങ്കിലും സ്വന്തമായി തന്നെ തിരുത്താൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഉദ്യോഗാർത്ഥിക്ക് പ്രൊഫൈലിൽ കയറിയിട്ട് സ്വന്തമായിട്ട് തന്നെ എപ്പോഴും വേണമെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തിരുത്താൻ പറ്റുന്നതാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയിലെ ശതമാനം, ക്ലാസ് എന്നിവ സർട്ടിഫിക്കറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ കയറി നീക്കം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു പെർസെൻറ്റേജ് വയ്ക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 നമുക്ക് എന്താ അറിയത്തില്ല 4A+, 5A+ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ വയ്ക്കുകയാണ് 90% അല്ലെങ്കിൽ 80% എന്നിങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ എന്ത് ചെയ്യുക? പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്ത ശേഷം അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയിലെ മന്ത്, ഇയർ ഓഫ് പാസ് രേഖപ്പെടുത്തേണ്ടത് പരീക്ഷ എഴുതിയ തീയതി അല്ല, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസം, വർഷം അല്ലെങ്കിൽ അവസാന വർഷം പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസം, വർഷം എന്നിവയാണ്. വെരിഫിക്കേഷൻ വന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ കയറി തിരുത്തൽ വരുത്തേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയിലെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് ചോദിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പരീക്ഷ എഴുതിയ ദിവസമല്ല വെക്കേണ്ടത്. അതിൻ്റെ താഴെ സർട്ടിഫിക്കറ്റിൻ്റെ താഴെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ റിസൾട്ടിൽ ആ ഒരു മന്ത് ആൻഡ് ഡേറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പെർമനന്റ് അഡ്രസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കാര്യം മനസ്സിലായി. പ്രൊഫൈൽ കയറി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എപ്പോഴെങ്കിലും തിരുത്താൻ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുടെ ശതമാനം എന്തെങ്കിലും വ്യത്യാസമുള്ളവർ അതൊന്ന് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് എക്സാം ഡേറ്റ് അല്ല, പകരം എക്സാമിനേഷൻ്റെ പബ്ലിക്കേഷൻ ഓഫ് ഡേറ്റിൻ്റെ കാര്യത്തിലാണ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കൈ കിട്ടിയ ഡേറ്റ് ആണ് നിങ്ങൾ വയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ?
അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇതൊരു പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇനി മുതൽ വിദ്യാഭ്യാസ യോഗ്യതയും സ്വയം തിരുത്താം. ഒരുപാട് പേര് ഒരു സംശയമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചതാണ്, എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മുടെ പ്രൊഫൈൽ മുഖാന്തരം തിരുത്താനായിട്ട് കഴിയുമോ എന്നുള്ള കാര്യം. അതിനൊരു മറുപടി കേരള PSC തന്നിട്ടുണ്ട്. ഉദ്യോഗാർത്ഥിക്ക് പ്രൊഫൈലിൽ ചേർത്ത വിദ്യാഭ്യാസ യോഗ്യത സ്വയം തിരുത്തുവാനുള്ള സംവിധാനം കൂടി കേരള PSC ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രൊഫൈലിലെ വ്യക്തിഗത വിവരങ്ങൾ, സമുദായം എന്നിവ തിരുത്താനുള്ള സൗകര്യം ഇതിനകം തന്നെ ലഭ്യമാക്കിയിരുന്നു. ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഇനി മുതൽ PSC ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട ആവശ്യമില്ല. ജനനത്തീയതി, ഫോട്ടോ, ഒപ്പ് എന്നിവ തിരുത്താനാകില്ല കേട്ടോ. ജനനത്തീയതി അത് ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഫോട്ടോ, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇത് മൂന്നും എന്ത് ചെയ്യാനായിട്ട് കഴിയത്തില്ല, തിരുത്താനായിട്ട് കഴിയത്തില്ല. അവയ്ക്ക് നിലവിലുള്ള രീതി തന്നെ തുടരും. തിരുത്തലുകൾ ഉദ്യോഗാർത്ഥികളുടെ അറിവോടെ തന്നെ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനാണ് OTP രീതിയും ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്വയം തിരുത്തുന്ന മാറ്റങ്ങൾ പ്രമാണ പരിശോധന സമയത്ത് ഉദ്യോഗാർത്ഥികൾ രേഖാമൂലം തെളിയിക്കേണ്ടതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, വിത്ത് പ്രൂഫ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് തിരുത്തുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ, സിഗ്നേച്ചർ, ഇത് മൂന്നും നിലവിൽ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയത്തില്ല. EWSും അതുപോലെ തന്നെ മാറ്റാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതൊരു ഇഷ്യൂ ആണ്. കാര്യം എൻ്റെ പ്രൊഫൈലിൽ നിലവിൽ ഇപ്പോൾ EWS ഒക്കെ ഓണായി കിടക്കുകയാണ്. ആക്ച്വലി EWSനകത്ത് ഇല്ല, പക്ഷെ അത് എങ്ങനെയോ കൈതട്ടി ഓണായി കിടക്കുകയാണ്. പക്ഷെ അത് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നിലവിൽ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അത് കുഴപ്പമില്ല. കാര്യം EWS ആരുടെയെങ്കിലും കൈതട്ടി ഓണായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരാൻ നേരത്ത് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ സമയത്ത് EWSന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കും. ആ സമയത്ത് നിങ്ങളത് പബ്ലിഷ് ചെയ്യാതെ കൊടുക്കാതിരുന്നാൽ മതി. EWSനകത്ത് ചേർക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും ഈ വിദ്യാഭ്യാസ യോഗ്യത തിരുത്താമെന്ന് പറയുന്ന കാര്യത്തിലും വേറെ സംശയങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് LGS കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് LGSന്റെ കമ്പനി ബോർഡിന്റെ വേക്കൻസീസ് എത്ര ഉണ്ടെന്നുള്ള കാര്യമാണ്. LGSന്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും കണ്ടതായിരുന്നു. 75.5475 ആയിരുന്നു LGSന്റെ കട്ട് ഓഫ്. ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് 57,000 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ LGSന്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ നിലവിലത്തെ റിപ്പോർട്ടഡ് വേക്കൻസീസ് ആണ് 649. ഏകദേശം 650 വേക്കൻസീസ് എന്നുണ്ട് LGSനകത്ത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേക്കൻസികൾ ഇനിയും കൂടുക തന്നെ ചെയ്യും. എക്സാമിനേഷന്റെ ഡേറ്റ് വരാനായിട്ട് പോകുന്നത് മെയ് 17 അല്ലേ. മെയ് 17 എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് മെയ് 3 നിങ്ങൾക്ക് അവൈലബിൾ ആകും. മെയ് 3 വേറൊരു പരീക്ഷയുണ്ട്, നമ്മുടെ IRBയുടെ റെഗുലർ വിങ്ങിന്റെ അല്ലേ, IRBയുടെ റെഗുലർ വിങ്ങിന്റെ മെയിൻസ് എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് മെയ് 3 അപ്പോൾ LGSന്റെ റിപ്പോർട്ടഡ് വേക്കൻസി ശ്രദ്ധിക്കുക, 649 LGSന്റെ റിപ്പോർട്ടഡ് വേക്കൻസി. ഓക്കെ അല്ലേ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് LGSന്റെ ഈ വേക്കൻസികൾ ഉണ്ടല്ലോ. ഞാനിത് എവിടെ നിന്നാണ് ഈ വേക്കൻസികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതിനകത്ത് നമ്മുടെ PSCയുടെ പ്രൊഫൈലിനകത്ത് തന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. LGS ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, കമ്പനി ബോർഡ്, സ്കെയിൽ ഓഫ് പേ, കാറ്റഗറി നമ്പർ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് വൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വേക്കൻസികളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്പർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലും വേറെ ബുദ്ധിമുട്ടുകളും സംശയങ്ങളൊന്നും വേണ്ട. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ് നമ്മളെല്ലാവരെയും നിലവിലെ കുഴപ്പത്തിലാക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ്. കാര്യം നിലവിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 81 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസികളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും. കാര്യം നിലവിലെ ഓരോ ജയിലുകളിലും ആവശ്യത്തിന് വേക്കൻസികൾ ഇല്ല എന്നുള്ള കാര്യം കേരള PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, വേക്കൻസികൾ കൂടുക തന്നെ ചെയ്യും. അപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല. അതിനുവേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നിലവിലത്തെ റിപ്പോർട്ടഡ് വേക്കൻസീസ് എന്ന് പറയുന്നത് 81 ആണ്. 24 അപ്ഡേറ്റഡ് വേക്കൻസികൾ കൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പേർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് അയച്ചവർക്കൊക്കെ ജോലി കിട്ടിയോ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടേബിളിനകത്ത് കാണാൻ കഴിയുന്ന പോലെ തന്നെ കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ ജനറൽ കാറ്റഗറിയിൽ എല്ലാവർക്കും അഡ്വൈസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തതും ഇനി വരാനുള്ളതും കൂടി ചേർത്ത വലിയൊരു നിയമനം തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടാൻ തന്നെ സാധ്യതയുള്ള ഒരു തൊഴിലാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യം പറഞ്ഞു, പ്രൊഫൈൽ എഡിറ്റിംഗിൻ്റെ കാര്യം പറഞ്ഞു, LGS കമ്പനി ബോർഡ്, നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ,
അതുപോലെ തന്നെ വേക്കൻസികളുടെ റിപ്പോർട്ടഡ് വേക്കൻസീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് കൂടി ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.